ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ കേട്ടോ, നല്ല മഴയാണ് ഇന്ന് പെയ്യുന്നത്. ഇന്നിപ്പോൾ എല്ലായിടത്തും മഴ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി. അപ്പം നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മക്കൾ പോയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് മുറ്റത്ത് കുറച്ച് പണിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ മുറ്റത്തുള്ള പണിയെടുക്കാനൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ അലക്കലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒക്കെ ഉള്ളിൽ തന്നെ കേട്ടോ അലക്കി ഇടുന്നത്, തിരുമ്പിയത് ചിക്കിയിടുന്നത് ഉള്ളിലാണ്. നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കൂലേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ചിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ അത്യാവശ്യമുള്ള വേഗം വേണ്ട സാധനങ്ങളാണ്, യൂണിഫോമും കാര്യങ്ങളൊക്കെ എന്നും വേണ്ടതാണ്. അപ്പോൾ ഉണങ്ങിയില്ലെങ്കിൽ അതിനായിട്ട് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ അലക്കിയിട്ട് അപ്പം ഞാൻ ഒക്കെ തിരുമ്പി ചിക്കിയിട്ട് പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ എന്ത് പണി എടുക്കാമെന്ന് വിചാരിച്ചു. ടൈമായിട്ടൊന്നും ആയിട്ടുമില്ല. അപ്പം നമ്മളെ പണിയും കാര്യങ്ങളും അപ്പം ഇങ്ങനെ ഓരോന്ന് എടുക്കാമല്ലോ വിചാരിച്ചു. ഞാൻ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിലുള്ള ഓരോ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് കേട്ടോ. പുറത്തെ പണി എടുക്കണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് മെഷീന് അതൊന്ന് തട്ടിക്കൊട്ടി നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച്. മക്കൾക്ക് ഫോട്ടോസ്റ്റാറ്റ് കുറച്ച് എടുക്കാനുണ്ട്. സ്കൂളിലൊക്കെ ആധാർ കാർഡും ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയേണ്ടത്, കുറേ ആയി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേട്ടോ. അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയതാണ്, കുറഞ്ഞ റേറ്റിന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി നന്നാക്കി വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പുറത്ത് എവിടെയും കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. ഇതാണ് പേപ്പർ ഇടുന്ന ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് തട്ടി നന്നാക്കിയാൽ ഇത് ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിന്. ആ ഷോപ്പത്താണ് ഷോപ്പ് ഇൻഷാ അല്ലാഹ് ചിലപ്പം തുറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. നമ്മളൊരു ആവശ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കണ്ടല്ലോ. അപ്പോൾ കട തുറന്നിട്ട് കുറച്ചായി, 4-5 മാസമായിട്ടോ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഓണർ വിളിച്ചറിഞ്ഞ് നിങ്ങൾ തുറന്നോളി, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണല്ലോ, എന്തെങ്കിലും 10 രൂപ കിട്ടണല്ലേ എന്ന്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, കൈയാണെങ്കിൽ തുറക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സാധനം ഇറക്കണമല്ലോ, അല്ലാതെ തുറന്നിട്ട് കാര്യമില്ലല്ലോ. അത് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പൊടി നന്നായിട്ട് പൊടിയുണ്ട്. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഇതിനുള്ളിലെ മഷി തീർന്നണമെന്ന് എന്താണെന്ന് അറിയില്ല. നമുക്കിത് ഒക്കെ ഒന്ന് ഏതായാലും തട്ടിക്കൊട്ടി നന്നാക്കി എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുൻഭാഗമൊക്കെ ഒന്ന് തട്ടി അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബേക്ക് ഭാഗം കേട്ടോ, അത് ബേക്ക് ഭാഗം ഒന്ന് തട്ടി നന്നാക്കണം. അത് നന്നാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് കറണ്ടുമ്മൽ വർക്ക് ചെയ്ത് നോക്കട്ടെ. ഒക്കെ നല്ലോണം വൃത്തിയാക്കി ഞാൻ തട്ടിട്ടോ. ഉള്ളും അതിൻ്റെ പേപ്പർ വെക്കണ ഭാഗമൊക്കെ ഉള്ളിലാണ് ഒക്കെ തട്ടി വൃത്തിയാക്കി. അങ്ങനെ ഞാൻ എടുത്ത് ഇവിടെയാണ് ഫ്ലഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫ്ലഗിൻ്റെ ഭാഗത്തേക്ക് ഈ മെഷീൻ അവിടെ കൊണ്ടുപോയി വെച്ചെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് വിചാരിച്ച് ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് കുത്തിയൊക്കെ ചെയ്തിട്ടോ. അപ്പം ഒക്കെ വർക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യണില്ല, കറണ്ട് ചാർജ് കയറിയിട്ടിട്ടുണ്ട് അതിൽ. അപ്പം ഇനി അതിൻ്റെ വർക്കിംഗ് നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല. അൽഹംദുലില്ലാ ചാർജ് അതിന് കേടൊന്നിട്ടൊന്നുമില്ല. ഇനി നമുക്കത് വർക്കിങ്ങും ചെയ്യുമോ എന്നുള്ളതും നോക്കട്ടോ. എന്താ അപ്പം തൽക്കാലം ഒന്ന് നമ്മളിപ്പം പേപ്പറൊന്നും വെച്ചില്ല, മഷി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ, സ്റ്റാർട്ട് ചെയ്ത് പേപ്പർ വരുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോസ് ഞാൻ പിന്നെ വിടുന്നതാട്ടോ, എങ്ങനെയാണ് നമുക്ക് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളും എടുക്കുക എന്നുള്ളത്. നല്ല സുഖമാണ്, നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വീട്ടിലേക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതാ അങ്ങനെയാണ് കേട്ടോ പേപ്പർ വരിക. അപ്പോൾ മഷി കുറവാണ്. പിന്നെ നമുക്ക് അതിലേക്ക് മഷി ഒഴിച്ചു കൊടുക്കണം. എന്നാലും നമുക്ക് മക്കളതൊക്കെ ഇനിയിപ്പോൾ മഷി വാങ്ങി കൊണ്ടുവരാൻ പറയണം. നമുക്ക് ഒഴിക്കാനുള്ള കേസേ ഉള്ളൂ കേട്ടോ. ഒരാൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് 500 രൂപ കൊടുക്കണം. നമ്മൾ ആ മഷി വാങ്ങി നമ്മൾ തന്നെ ഒഴിച്ചാൽ മതി. ഇനി ഞാനിത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് മാറ്റി വെക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.